2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അനന്തപുരിയിൽ പ്രത്യേക വിമാനത്തിൽ രാത്രി 11 മണിയോടെ എത്തുന്ന അമിത്ഷായെ മേയർ വി രാജേഷും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും സ്വീകരിക്കും. നാളെ തലസ്ഥാനത്ത് നടക്കുന്ന ജനപ്രതിനിധി സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, അമിത്ഷാ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തും. നാളെ വളരെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾക്ക് അദ്ദേഹം സാക്ഷിയാകും. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അദ്ദേഹം വിലയിരുത്തും. മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ ഉൾപ്പെടുന്നത് ദിസ്ന? തീർച്ചയായും അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടിയാണ് അദ്ദേഹം എത്തുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ രാവിലെ 10:30 പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു. 11 മണിക്ക് കവടിയാർ ഉദയ് പാലസിൽ BJP സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത് പങ്കെടുക്കും. തുടർന്ന് വൈകിട്ട് 3 മണിക്ക് കേരള കൗമുദിയുടെ കോൺക്ലേവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 4 മണിക്ക് ചേരുന്ന NDA നേതൃയോഗത്തിലും 5 മണിക്ക് നടക്കുന്ന BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തതിനു ശേഷം 7 മണിയോടുകൂടി അദ്ദേഹം മടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP നേടിയത് ഇരട്ടി മധുരമായിരുന്നു. ചരിത്രത്തിലാദ്യമായി BJP അധികാരത്തിൽ വരുന്ന ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം തന്നെയാണ് ഇത്തരത്തിൽ അമിത്ഷാ അനന്തപുരിയിൽ എത്തുന്നത് എന്നത് ഒരു പ്രത്യേകതയുണ്ട്. അത് പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്നു. അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ ഈ കമ്മിറ്റികളിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിൽ നമ്പ്യാർ, എന്തായാലും വലിയ ആവേശത്തിലാണ് അനന്തപുരി. അതോടൊപ്പം തന്നെ പ്രവർത്തകരും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു. NDAയുടെ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി അതായത് ഈ BJP അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രി അനന്തപുരിയിലെത്തും, അനന്തപുരിക്കാർക്ക് നിരവധി പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നതൊക്കെ തന്നെയും NDAയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇടത് വലത് മുന്നണികൾ. പക്ഷേ നേരെ മറിച്ച് ചരിത്രത്തിൽ ആദ്യമായി BJP കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നു, അത്തരത്തിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. വലിയ ഒരു ഇരട്ടി മധുരം BJPക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആദ്യമായി തിരുവനന്തപുരത്ത് എത്തുകയാണ്. വലിയ ആഘോഷത്തിൽ തന്നെയാണ് പ്രവർത്തകർ. നാളെ നടക്കുന്ന മീറ്റിംഗുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിനിധി സമ്മേളനങ്ങൾ ഉൾപ്പെടെ വരുന്ന തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ചയാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് അനന്തപുരിയുടെ മണ്ണിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അമിത്ഷായുടെ സാന്നിധ്യം കരുത്ത് പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിസ്നയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.